ഇത് കണ്ടില്ലേ, ഇത് മോഡൽ ഹോമാണ്. ഇപ്പോൾ വീടൊക്കെ എങ്ങനെയായിരിക്കും എന്നുള്ള കാണിക്കാനുള്ളൊരു മോഡൽ ഹോമാണ്. അവസാനം വയ്ക്കുന്ന വീട് ഏകദേശം ഇത് തന്നെയായിരിക്കും. വീടുകൾ, ഈ ഏരിയയിലെ വീടുകളൊക്കെ വിറ്റ് കഴിയുമ്പോൾ അവസാനം ഈ വീടും വിറ്റ് കഴിഞ്ഞിട്ട് ഇവർ സ്ഥലം വിടും. ഒരു ഏരിയയിലെ ഡെവലപ്മെൻറ്റ് പൂർത്തിയാക്കിയിട്ട് ഇവർ പോകും. ഉണ്ട്, 2 ഫ്ലാഗൊക്കെ ഉണ്ട്. ഹോമിൻ്റെ ഈ തരത്തിലുള്ള വീടിൻ്റെ മോഡൽ ഹോമാണ്. ഈ തരത്തിലുള്ള വീടിൻ്റെ മോഡൽ ഹോമാണിത്. ഈ തരത്തിലുള്ള വീടിൻ്റെ മോഡൽ ഹോം. അതും വേറെ തരത്തിലുള്ള വീടിൻ്റെ മോഡൽ ഹോം. അവിടെയാണെന്ന് തോന്നുന്നു ഓഫീസും. ഓരോ മോഡൽ ഹോമിനും പേര് വരെയുണ്ട്. നോക്കി, അവിടെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. ഉണ്ടല്ല, ഫെയർ ചൈൽഡ്. ഇതാണ് ഈ വീടിൻ്റെ പേര്. ഇതിനും ഒരു പേരിട്ട് വെച്ചിട്ടുണ്ട്, ഡൺബാർ. ഇതൊക്കെ പണിതുകൊണ്ടിരിക്കുന്ന വീടുകളാണ്. ഇവിടെയൊക്കെ ഈ പുല്ലൊക്കെ നട്ട് വെച്ച് നല്ല സെറ്റപ്പ് ആക്കും. ഈ പുല്ലില്ലാത്ത സ്ഥലങ്ങളിൽ ഒക്കെ വീടിൻ്റെ മുമ്പിൽ പുല്ലൊക്കെ നട്ട് വയ്ക്കും. ഇവിടെ ബിൽറ്റ് ഫോർ ഗ്രേറ്റ് റൈറ്റ്സ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ പണിതുകൊണ്ടിരിക്കുന്ന വീടുകളാണ്. ഈ വീട് സോൾഡ് ഔട്ടാണ്. ഈ വീടിൻ്റെ മുമ്പിൽ അഡ്രസ്സ് എഴുതിയിട്ടുണ്ട്, 12853 സൗത്ത് കേറി ലൈൻ. ആൾക്കാർ താമസിച്ചു തുടങ്ങിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. കാരണം മുമ്പിൽ പുല്ല് നട്ടിട്ടില്ല, ഡ്രൈവേ ശരിയായിട്ടില്ല, ഗരേജിലേക്കുള്ള ഡ്രൈവേ ശരിയാക്കി തീർത്തിട്ടില്ല. ഇതിനകത്തുള്ള എയർ കണ്ടീഷൻ്റെ കംപ്രസറിൻ്റെ ഭാഗമാണിത്. പിന്നെ ഇത് ഗ്യാസിൻ്റെ മീറ്റർ. ഈ 2 വെളുത്ത പൈപ്പ് വീടിൻ്റെ മേളിൽ നിന്നുള്ള വെള്ളം, മഴവെള്ളം ഒഴുകി പോകാനുള്ള. ഇതൊക്കെ AT&T എന്ന് പറഞ്ഞ കേബിൾ കമ്പനിക്കാരുടെ അത് അണ്ടർഗ്രൗണ്ട് കേബിൾ വാണിങ്. ഈ ഇൻ്റർനെറ്റിൻ്റെ ആയിരിക്കണം, ഇൻ്റർനെറ്റ് AT&Tക്കാർക്ക് ഇൻ്റർനെറ്റാണ് ഉള്ളത്. ഇത് വേറൊരു വീട്. ഇതിൻ്റെ ഒന്നും ഡ്രൈവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി കയറി പാർക്ക് ചെയ്യുന്നതും കയറി പോകുന്നതും അതൊന്നും ശരിയാക്കി തീർന്നിട്ടില്ല. ഇതൊരു എന്തോ ഒരു പേര് ചെയ്തിട്ടുണ്ട്. ഈ റീസൈക്ലിംഗ് കമ്പനിക്കാരുടെ ഡംസ്റ്ററാണ് ഇത്. ഇവർ വാടകയ്ക്ക് എടുത്തേക്കണേയായിരിക്കും. ഈ വീട് കണ്ടില്ലേ, ഈ വീട് അവൈലബിൾ ആണെന്നാണ് പറയണത്. MI ഹോംസ് ഹോം സൈറ്റ് 116 എന്നാണ് പറയണത്. mihomes.com റിവർസ്റ്റോൺ എന്ന് എഴുതിയിട്ടുണ്ട്. അതാണ് വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ്. 12854 സൗത്ത് കെറി ലൈൻ. ഇതാണ് ആ വീടിൻ്റെ അഡ്രസ്സ്. പിന്നെ നോ ട്രസ്പാസിംഗ് എന്ന് എഴുതിയിട്ടുണ്ട്. അതിക്രമിച്ച് കിടക്കരുതെന്നും, പിന്നെ ശരിക്കുള്ള ഓതറൈസ് ചെയ്തിട്ടുള്ള, അതായത് അനുവദിക്കപ്പെട്ടവർ മാത്രമേ ഇതിൻ്റെ ഉള്ളിൽ കയറാവുള്ളൂ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. നോ സ്മോക്കിംഗ് ഓർ ഓപ്പൺ ഫ്ലെയിം എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ കൺസ്ട്രക്ഷൻ സൈറ്റ് റൂൾസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. വായിച്ച് നോക്കാം. ഇതിങ്ങനെ ആൽക്കഹോൾ, ഡ്രഗ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ സ്പാനിഷിലും എഴുതി വെച്ചിട്ടുണ്ട്. ഇംഗ്ലീഷ് അറിയില്ലാത്തവർക്ക് സ്പാനിഷിലും വായിച്ച് മനസ്സിലാക്കാം. ഇവിടുത്തെ വീടുകളുടെ ബേസൊക്കെ കോൺക്രീറ്റാണ്. ഉണ്ടോ, ഈ ഒരു വീടിൻ്റെ കോൺക്രീറ്റ് ബേസാണിത്. ഇതിൻ്റെ മേളിലാണ് തടിയും പ്ലാസ്റ്റിക്കും ഒക്കെ വെച്ച് ആണികളൊക്കെ അടിച്ച് സ്ക്രൂ ഒക്കെ അടിച്ച് വീട് പണിയുന്നത്. ഇത്രയേ ഉള്ളൂ ഇവിടുത്തെ വീടിൻ്റെ കാര്യങ്ങളൊക്കെ. ഈ കാണുന്നത് കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ മേൽക്കുര. ഇതുപോലത്തെ വീടുകളുടെ മേൽക്കുര എങ്ങനെയാണ്, മേൽക്കുരയുടെ മേളിൽ പ്ലൈവുഡ് പോലത്തെ ഷീറ്റ് അടിച്ചിട്ടാണ് ഇതിൻ്റെ മേൽക്കുര ഉണ്ടാക്കുന്നത്. ഈ എന്താ ഇതിന് പറയണത് കൃത്യമായിട്ട് അറിയില്ല. ഇങ്ങനെയാണ് ഏകദേശം ഒരു മേൽക്കുര. പിന്നെ ഈ കാണുന്ന സൈഡിൽ കാണുന്നത് വേപ്പർ ബാരിയർ എന്ന് പറഞ്ഞ സാധനമാണ്. തണുപ്പ് കാലത്തും ചൂട് കാലത്തും കൃത്യമായിട്ട് അറിയില്ല. വേപ്പർ ബാരിയർ എന്നാണ് ഇതിൻ്റെ പേര്. ഇങ്ങനെ പ്ലാസ്റ്റിക് എല്ലാ വീടുകളിലും ഉണ്ടാവും. ചില ആൾക്കാരൊക്കെ വീട് പണി, ആൾക്കാരൊക്കെ ഇതിനകത്ത് മേലിലുണ്ട്.
ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്.